ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. ഇന്ന് നമ്മളൊരു യാത്രയിലാണ്. മഹാരാഷ്ട്രയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെ വാഡ എന്നുള്ളൊരു സ്ഥലത്തേക്ക് ഉള്ള യാത്രയിലാണ്. വാഡ എന്ന് പറഞ്ഞാൽ ബോംബെയിൽ നിന്നൊരു 100-105 കിലോമീറ്റർ ഉണ്ട്. അവിടെ നമ്മളൊരു ആദിവാസി ഏരിയ ആണ്. അവിടെ നമ്മളൊരു സ്കൂൾ പണിയുന്നുണ്ട്. ഫാത്തിമ മാത കോൺവെൻറ്റിന് വേണ്ടി ഒരു സ്കൂൾ പണിയുന്നുണ്ട്. അപ്പോൾ ഈ സ്കൂളിൻ്റെ മീറ്റിങ്ങിന് വേണ്ടി പോവുകയാണ്. യാത്രയുടെ വിശേഷം എന്നാന്ന് വെച്ചാൽ മുഴുവൻ ഓഫ് റോഡാണ്. ഓഫ് റോഡെന്ന് പറയുന്ന സാധനമേ ഇല്ല. നമ്മൾ ഒരു പ്രാവശ്യം യാത്ര ചെയ്തിട്ട് വന്നാൽ പിന്നെ 2 ദിവസത്തേക്ക് എണീക്കണ്ട. അപ്പം ഈ ഓഫ് റോഡ് യാത്രയിൽ നിങ്ങളെ ഞാൻ എൻ്റെ കൂടെ കൂട്ടുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. നമ്മുടെ ഓഫ് റോഡ് യാത്ര തുടങ്ങി. റോഡെന്ന് പറയുന്ന സാധനം ഇല്ല, ഇങ്ങനെ കുഴിച്ചിട്ടേക്കാണ്. ഇതൊരു 5-6 മാസമായിട്ട് ഇത് തന്നെയാണ് പരിവം. അപ്പൊ നമ്മൾ എപ്പോഴും വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്രാവലിങ്ങിന്. ഇത് കൂടുതൽ ഇതുവഴി പോകുന്നത് പിന്നെ ഉൾനാട്ടിലേക്കുള്ള ബസ്സുകളും പിന്നെ അതുപോലെ റോഡ് വർക്കിനുള്ള പോകുന്ന മെറ്റീരിയൽ കൊണ്ടുപോകുന്ന ഡംപേഴ്സൊക്കെയാണ് ഇതുവഴി പോകുന്നത്. ഇടയ്ക്ക് സ്കൂൾ കുട്ടികളൊക്കെ നടന്നു പോകുന്നത് കാണാം. അപ്പം എനിക്ക് പണ്ട് നമ്മൾ നടന്ന് സ്കൂളിൽ പോയ ഓർമ്മയൊക്കെ വരും. സ്കൂൾ കുട്ടികളാണ് നടന്നു പോകുന്നത്. ഇത് മഴക്കാലത്താണ് കാണാൻ വളരെ നല്ലൊരു സ്ഥലമാണ്. ഇപ്പൊ പിന്നെ ഇവിടെ ഉണക്ക് തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളൊക്കെ നടന്നു പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓട്ടോറിക്ഷകളൊക്കെ പോകുന്നുണ്ട്. ഈ ഓട്ടോറിക്ഷകൾ എങ്ങനെ ഈ വഴിയെ കൂടെ പോകുന്നെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. നമ്മൾ കുടുങ്ങി മുന്നോട്ട് പോവുകയാണ്. ഇത് ഗുജറാത്ത് റോഡിൽ കൂടെ വന്നിട്ട് നമ്മൾ വാഡ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് തിരിഞ്ഞു കഴിയുമ്പോഴുള്ള ഇട റോഡിലാണ് ഇങ്ങനൊരു പ്രശ്നം വരുന്നത്. പൊടി കാരണം മുന്നിലത്തെ കാഴ്ച മങ്ങി കിടക്കുകയാണ്. അത്ര പൊടിയാണ് ഈ റോഡിൽ. ഡംബറുകൾ കാരണമായിരിക്കും ഒരു പക്ഷേല്, ഹെവി ലോഡ് ഡംബറുകൾ കാരണമായിരിക്കും ഒരു പക്ഷേ ഈ റോഡ് ഇത്ര ചീത്തയായത്. ഇവിടെ കണ്ടില്ലേ, ടാറ് പോലും ഇല്ല, കുഴിച്ചിട്ടേക്കല്ല. ആക്ച്വലി 11:30ക്കാണ് മീറ്റിംഗ്. പക്ഷേ ഈ റോഡിൽ കൂടെ സമയത്ത് അവിടെ ചെന്ന് എത്തുമോ ഇല്ലയെന്ന് അറിയത്തില്ല. ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട് ഇടയ്ക്ക്. അതുപോലെ വനം, ഒരു സൈഡിൽ വനമാണ്. ആ വനത്തിൽ മുഴുവൻ തേക്ക് തടിയാണ് ഞാൻ നോക്കിയിട്ട്. അതുപോലെ കൃഷിസ്ഥലങ്ങളുണ്ട്. കൃഷിസ്ഥലങ്ങളിൽ എന്താ പറയുന്നത്, നെൽകൃഷിയാണ്. നയനമനോഹരമായ യാത്രയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് 2 വീലറിലെ ആളുകൾ നമ്മളെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ 1-2 ഓട്ടോറിക്ഷ കണ്ടു. ഇവിടെ അധികം ബസ്സുകളൊന്നുമില്ല. ഒരുപാട് പേര് നടന്നു പോകുന്നത് കണ്ടു. ഇടയ്ക്കിടയ്ക്ക് വീടുകൾ കാണാം, വീടുകളും കടകളും ഒക്കെ.
ഓരോ ഗ്രാമങ്ങൾ ഇടയ്ക്കിടയ്ക്കുണ്ട്. ആളുകൾ ബസ് കാത്ത് നിൽക്കുന്നതുണ്ട്. ടൂ വീലറുകാർ പാസ് ചെയ്യുന്നുണ്ട്. റിക്ഷയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് 1-2 റിക്ഷകളൊക്കെ ഞാൻ കണ്ടു. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഓഫ് റോഡ് യാത്ര ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം. റോഡ് ചീത്തയായി വരുന്നു. ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു.